नमस्ते बच्चों, आज हम नया पाठ शुरू करें। हमारा पाठ का नाम एक द राम। देखिए पेज नंबर 79। राम अकेला अपने कमरे में बैठा था। घर में उसकी माँ और छोटी बहन भी थी। वे दोनों अपने अपने कामों में लगी थी। पिताजी 6 बजे दफ्तर से घर आई थे और 2 मिनट राम से बात करके कहीं चले गई थे। शायद रविशंकर जी से माफ़ी मांगने गई थे। രാം അകേലെ അപ്പിനെ കമരമേ ബൈഠാ था। ഇവിടെ രാം എന്ന പേരുള്ള ഒരു കുട്ടിയുടെ കഥയാണ് പറയുന്നത്. അവൻ അകേല തനിച്ച് അവൻ്റെ മുറിയിൽ ഇരിക്കുകയായിരുന്നു. ഗർമേ ഉസ്കെ മാ ഓർ ചോട്ടി ബഹൻ ബീതി, വീട്ടിൽ അവൻ്റെ അമ്മയും അതുപോലെ കുഞ്ഞനുജത്തിയും ഉണ്ടായിരുന്നു. വേ ദോനും അപ്പിനെ അപ്പിനെ കാമോമേ ലഗീതി, രണ്ടുപേരും അവരുടെ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പിതാജി 6 ബജെ ദഫ്തർ സെ ഘർ ആയി ഥേ, അച്ഛൻ 6 മണിക്ക് ദഫ്തർ എന്ന് പറഞ്ഞ ഓഫീസിൽ നിന്നും തിരിച്ചു വന്നു. और 2 മിനിറ്റ് രാം സെ ബാത് കർക്കെ കഹീം ചലേ ഗയേ ഥേ, 2 മിനിറ്റ് രാമിനോട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് പോയി. ഷായദ് രവിശങ്കർ ജി സെ മാഫി മാംഗിനെ ഗയേ ഥേ, ചിലപ്പോൾ ഷായദ് എന്ന് പറഞ്ഞാൽ സംടൈംസ് രവിശങ്കർ ജിയോട് മാഫി മാംഗിനെ മാപ്പ് പറയാൻ വേണ്ടി പോയതാകാം. जब राम के पिता जी दफ्तर से आ रहे थे तभी रास्ते में किसी ने उनसे सारी बातें कह दी थी. आते ही वे सीधे राम के कमरे में गई और खड़क कर पूछा, क्या आज सवेरे परीक्षा के समय कोई बात हुई थी? राम चुप रहा. जब राम के पिताजी दफ्तर से आ रहे थे, അച്ഛൻ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് തബി രാസ്തേ എന്ന് പറഞ്ഞ വഴിയിൽ കിസീനെ ഉൻസെ സാരി ബാത്തേം കഹദീതി, ആരോ അച്ഛനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. ആത്തേ ഹി വേ സീതേ രാം കെ കമരമേ ഗയി, അദ്ദേഹം നേരെ രാമിൻ്റെ റൂമിലേക്ക് വന്നു. അവർ കടക്കർ പൂച്ച, ദേഷ്യത്തോടെ ചോദിച്ചു, ക്യാ ആജ് സവേരെ പരീക്ഷയ്ക്ക് സമയ കോയി ബാത് ഹുയി ഥി, ഇന്ന് രാവിലെ പരീക്ഷയുടെ സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? രാം ചുപ് രഹ, രാം ഒന്നും പറഞ്ഞില്ല, മിണ്ടാതിരുന്നു. രാം കെ പിതാനെ ഫിർ കടക്കർ പൂച്ച, क्या आज तुम्हें तुम्हारी गणित के अध्यापक रविशंकर जी ने नकल करते हुए पकड़ा था? അച്ഛൻ പിന്നീടും ദേഷ്യത്തോടെ ചോദിച്ചു, क्या आज तुम्हें तुम्हारे गणित के अध्यापक रविशंकर जी ने नकल करते हुए पकड़ा था? ഇന്ന് നിന്റെ അധ്യാപകൻ, കണക്ക് പഠിപ്പിക്കുന്ന മാത്സ് അധ്യാപകനായ രവിശങ്കർ ജി നക്കൽ കർത്തേ ഹുയി പക്കടാ ഥാ. നക്കൽ എന്ന് പറഞ്ഞാൽ കോപ്പി അടിക്കുക, കോപ്പി അടിക്കുന്നത് കൈയോടെ പിടിച്ചോ എന്നാണ് അച്ഛൻ ചോദിക്കുന്നത്. ജി രാമിനെ സ്വീകാർ കിയ, അവൻ ശരിയാണെന്ന് പറഞ്ഞു. തുമ്നെ ഉൻസെ ക്യാ കഹ, രാം കെ പിത ഫിർ ബോലെ, നീ അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞെന്ന് അച്ഛൻ പിന്നീട് ചോദിച്ചു. രാം ഫിർ ചുപ് രഹ, അവൻ മിണ്ടാതെ നിന്നു. ബോൽത്തെ ക്യോ നഹി, രാം കെ പിത ഗർജ, അച്ഛൻ ദേഷ്യത്തോടെ ഗർജിച്ചു, എന്താണ് നീ ഒന്നും മിണ്ടാത്തതെന്ന്. രാം കി മാ ഓർ ചോട്ടി ബഹൻ ബി ആക്കർ സുന്നെ ലഗി, അവൻ്റെ അമ്മയും അനിയത്തിയും ഇത് കേട്ടു അവിടെ നിന്നു. क्या तुमने अपने अध्यापक से ये कहा कि आपकी हिम्मत कैसे हुई मुझे नकल करते हुए पकड़ने की? आपने ये गलती क्यों की? राम के पिताजी ने डांटते हुए पूछा. क्या तुमने अपने अध्यापक से ये कहा कि आपकी हिम्मत कैसे हुई? നീ നിൻ്റെ അധ്യാപകനോട് ഇങ്ങനെ ചോദിച്ചോ, അങ്ങേക്ക് ധൈര്യം എങ്ങനെ വന്നു? മുച്ചെ നക്കൽ കർത്തെ ഹുയി പക്കടിനേക്ക്, അതായത് എന്നെ കോപ്പി അടിക്കുന്നത് പിടിക്കാനുള്ള ധൈര്യം അങ്ങേക്ക് എങ്ങനെ ഉണ്ടായി? ആപ്നെ ഈ ഗലത്തി ക്യോം കി, എന്തിനാണ് അങ്ങ് തെറ്റ് ചെയ്യുന്നത് എന്ന് രാം അധ്യാപകനോട് ചോദിച്ചു എന്ന് അച്ഛൻ രാം കെ പിതാജീനെ ഡാട്ടെ ഹുയി പൂച്ച, അവനെ അടിച്ചുകൊണ്ട് ചോദിച്ചു. രാം ഗലത്തി തോ കർ ഹി ചുക്കാ ഥാ, गणित उसका कमजोर विषय है, इसलिए कुछ लड़के के बहकाने पर वह भी एक चिट तैयार करके ले गया था और उससे नकल कर रहा था. तभी गणित के अध्यापक ने उसे रंगे हाथों पकड़ा और राम के मुंह से एकाएक निकल पड़ा, आपकी हिम्मत कैसे हुई मुझे नकल करते हुए पकड़ने की? आपने ये गलती कैसे की? इसका फल अच्छा नहीं होगा. രാം ഗൽത്തി തോ കർ ഹി ചുക്കാ ഥാ, അവനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഗണിത് ഉസ്കാ കംസോർ വിഷയ, അവൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് മാത്സ്. ഇസ്ലിയെ കുച്ച് ലഡ്കെ കെ ബഹക്കാനെ പർ വഹ് ബി എക് ചിട്ട് തയ്യാർ കർക്കെ ലേ ഗയ, അവൻ്റെ ചില ഫ്രണ്ട്സിൻ്റെ ബഹക്കാൻ എന്ന് പറഞ്ഞാൽ മിസ്ലീഡ്, അതായത് ചീത്ത കൂട്ടുകെട്ടുള്ള കുട്ടികൾ അവനോട് പറഞ്ഞത് കാരണം എക് ചിട്ട് തയ്യാർ കർക്കെ ലേ ഗയ, അവനൊരു പേപ്പറിൽ എഴുതി കൊണ്ടുപോയി. അവർ ഉസ്സെ നക്കൽ കർ രഹ ഥാ, അത് കോപ്പി അടിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്.
तभी गणित के अध्यापक ने उसे रंगे हाथे पकड़ा. അവനെ കയ്യോടെ മാത്സ് അധ്യാപകൻ പിടിച്ചു. और राम के मुंह से एकाएक निकल पड़ा. അവൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു एकाएक എന്ന് പറഞ്ഞാൽ സഡൻലി പെട്ടെന്ന് അവൻ ഇങ്ങനെ അധ്യാപകനോട് സംസാരിച്ചു. आपकी हिम्मत कैसे हुई मुझे नकल करते हुए पकड़ने की. അങ്ങേക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നെ കോപ്പി അടിക്കുന്നത് പിടിക്കാൻ. आपने ये गलती कैसे की. അങ്ങ് എന്തിനാണ് ഈ തെറ്റ് ചെയ്യുന്നത്. इसका फल अच्छा नहीं होगा. ഇതിൻ്റെ ഭവിഷ്യത്ത് വളരെ നന്നായിരിക്കില്ലെന്ന് അവൻ പറഞ്ഞു. രവിശങ്കർ ജി राम के पिता को अच्छी तरह जानते थे. राम ने नकल भी कोई खास नहीं की थी, इसलिए उन्होंने चुपके से चिट छीन ली और मसल कर फेंक दी, फिर वहाँ से हट गई. രവിശങ്കർ ജി രാം കെ പിതാക്കോ അച്ചി തര ജാനത്തെ ദേ. രവിശങ്കർ ജി അവൻ്റെ അച്ഛനെ നന്നായിട്ട് അറിയാം. രാമിനെ നക്കൽ ബി കോയ് കാസ് നഹി കീതി. അവൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇസ്ലിയെ ഉന്നോനെ ചുപ്കെ സെ ചീട്ട് ചീനില്ല. അവൻ ആ പേപ്പർ അവിടെ നിന്നും എടുത്ത് അവർ മസൽക്കർ ഫേക്ക് ദി ചുരുട്ടിക്കളഞ്ഞു എറിഞ്ഞു. ഫിർ വഹാം സെ ഹട്ട് ഗയി. അവിടെ നിന്നും പോയി. നക്കൽ കർത്തെ ഹുയി പക്കടെ ജാനെ പർ കാര്യവാഹി ഹോത്തി ഹെ. छात्र से फॉर्म भरवाया जाता है जिसमें वह नकल की बात स्वीकार करता है. इस कार्यवाही से छात्र का एक साल बर्बाद हो जाता है. रविशंकर जी ने शायद ये सोचकर कोई कार्यवाही नहीं की कहीं राम का एक साल बर्बाद न हो जाए और वह आगे पढ़ भी न सके. നക്കൽ करते हुए पकड़े जाने पर कार्यवाही होती है. കാര്യവാഹി എന്ന് പറഞ്ഞാൽ ആക്ഷൻ, അതായത് കോപ്പി അടിച്ച് പിടിച്ചാൽ അതിനെതിരെ ആക്ഷൻ എടുക്കും. ഛാത്ര സെ ഫോം ഭർവായ ജാത്ത ഹെ. കുട്ടികളെ കൊണ്ട് ഫോം ഫില്ല് ചെയ്യിക്കും. ജിസ്മേ വഹ് നക്കൽ കി ബാത് സ്വീകാർ കർത്ത. അതിലൂടെ അവർ കോപ്പി അടിച്ചു എന്നുള്ള കാര്യം അംഗീകരിക്കും. ഇസ് കാര്യവാഹി സെ ഛാത്ര का एक साल बर्बाद हो जाता. ഇതിലൂടെ കുട്ടികൾക്ക് അവിടെ ഒരു വർഷം നഷ്ടപ്പെടും, പഠിപ്പിൽ നിന്നും ഒരു വർഷം നഷ്ടപ്പെടും. രവിശങ്കർ ജീനെ ഷായദ് യേ സോച്ച്കർ കോയി കാര്യവാഹി നഹി കി. അതിനാൽ രവിശങ്കർ ഇങ്ങനെ നടത്തുമെന്നതിനെ കുറിച്ച് ആലോചിച്ചതിനാൽ അവൻ്റെ നേരെ ഒരു ആക്ഷൻ എടുത്തില്ല. കഹി രാം കാ एक साल बर्बाद न हो जाए और वह आगे पढ़ भी न सके. ഒരു വർഷം അവന് നഷ്ടപ്പെട്ട പിന്നീട് അവൻ പഠിക്കില്ല. അതിനാൽ അധ്യാപകൻ അതിനെക്കുറിച്ച് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല. राम के पिता बहुत रईस आदमी भी नहीं है, फिर उनसे परिचित भी है, किंतु राम इस बात को नहीं जानता था कि उसके पिताजी गणित के अध्यापक से परिचित है. वह यह भी नहीं जानता था कि कोई इस घटना को उसके पिता से भी कर सकता है, नहीं तो वह ऐसा न करता. ऐसा दोष उसमें कुछ ही दिनों से आया था. संग सोहबत के कारण नहीं तो वह ऐसी गलती कभी न करता. രാം കെ പിത ബഹുത് റൈസ് ആദ്മി ബി നഹി ഹെ. അവൻ്റെ അച്ഛൻ അത്ര റിച്ച് ഒന്നല്ലായിരുന്നു, പണക്കാരനല്ലായിരുന്നു. ഫിർ ഉൻസെ പരിചിത് ബി ഹെ. എന്നാലും അധ്യാപകൻ അറിയാമായിരുന്നു. കിന്തു രാം ഇസ് ബാത് കോ നഹി ജാനതാ താ കി ഉസ്കെ പിതാജി ഗണിത് കെ അധ്യാപക് സെ പരിചിത് ഹെ. പക്ഷേ രാമിന് അറിയില്ലായിരുന്നു അവൻ്റെ അച്ഛന് അധ്യാപകനെ അറിയാമെന്ന്. വ യേ ബി നഹി ജാനതാ താ കി കോയി ഇസ് ഘടന കോ ഉസ്കെ പിതാ സെ ബി കർ സക്താ ഹെ. അവൻ വിചാരിച്ചില്ല ആരെങ്കിലും അവൻ്റെ അച്ഛനോട് ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നു. നൈത്തോ വഹ് ഐസാ ന കർത്ത. ആരെങ്കിലും പറയുന്ന അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ പറയില്ലായിരുന്നു. ഐസാ ദോഷ് ഉസ്മേ കുച്ച് ബി ദിനോം സെ ആയാതാ. അങ്ങനെയുള്ളൊരു ദോഷം അവനിൽ കുറച്ച് ദിവസങ്ങളായി വന്നിട്ടുണ്ടായിരുന്നു. സംഗ് സോബത്ത് കെ കാരൻ. കമ്പനി സംഗ് സോബത്ത് എന്ന ഫ്രണ്ട്ഷിപ്പ്, കൂട്ടുകെട്ട്. നൈത്തോ വഹ് ഐസ ഗലത്തി കബി നകർത്ത. കൂട്ടുകെട്ട് മൂലമാണ് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത്, അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലായിരുന്നു. तुम्हें शर्म आनी चाहिए अपने व्यवहार पर. मुझे नहीं मालूम था कि तुम ऐसे हो. दुखी होकर राम के पिता बोले और तेजी से घर के बाहर निकल गए. तुम्हें शर्म आनी चाहिए. നിനക്ക് നാണം തോന്നില്ലേ? अपने व्यवहार पर. നിൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് നിനക്ക് നാണം തോന്നില്ലേ? മുझे नहीं मालूम था कि तुम ऐसे हो. എനിക്ക് അറിയില്ലായിരുന്നു നീ ഇങ്ങനെ ആയിരുന്നെന്ന്. ദുഃഖി ഹോക്കർ രാം കെ പിതാ പോലെ. അച്ഛൻ ഇങ്ങനെ വ്യസനത്തോടെ പറഞ്ഞു. അവർ തേസി സെ ഘർ കെ ബാഹർ നിക്കൽ ഗയെ. വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. ഉൻകെ ചലേ ജാനെ കെ ബാദ് മാനെ ലാഗ് പൂച്ച പർ രാംനെ കുച്ച് നഹി ബതായ. അമ്മ പിന്നീട് വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു, അവനൊന്നും പറഞ്ഞില്ല. ഹാർക്കർ ഉസ്കി മാ റസോയ്ഗർ മേ ചലി ഗയി. അമ്മ തോൽവി സമ്മതിച്ചു, ഒന്നും പറയാത്ത കാരണം അമ്മ കിച്ചണിലേക്ക് പോയി. ബഹൻ ചോട്ടി ദി വഹ് പൂച്ച്തി ബി ക്യാ. പക്ഷേ കുഞ്ഞു പെങ്ങളാണ്, അവളൊന്നും ചോദിച്ചില്ല. अब राम अपने कमरे में अकेले था और मन ही मन गुट रहा था. അവൻ രാം അവൻ്റെ റൂമിൽ തനിച്ചിരുന്ന് ഗുഡ് രഹ എന്ന് പറഞ്ഞ ശ്വാസം മുട്ട. അവന് മനസ്സിൽ ഭയങ്കര വിഷമം തോന്നി. ഉസെ ആശ്ചര്യ ഹോ രഹാ താ കി ഉസ്കെ മുഹ് സെ ഐസി ബാത് കൈസെ നിക്കലെ. എങ്ങനെയാണ് അവൻ്റെ
വായിലൂടെ ഇങ്ങനെയുള്ള വാക്കുകൾ പുറത്തു വന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. ഉൽട്ട ചോർ കോത്വാൽ കോ ഡാട്ട. ഉൽട്ട ചോർ എന്ന് പറഞ്ഞാൽ തലതിരിഞ്ഞ കള്ളൻ പോലീസുകാരനെ കുറ്റം പറയും. അതായത് പഴഞ്ചൊല്ലാണ്. അതായത് ഇവിടെ തെറ്റ് ചെയ്ത ആൾ തന്നെ പോലീസുകാരനെ ചീത്ത പറയും. അതായത് ഒരു പഴഞ്ചൊല്ല്, ദ പോട്ട് ഈസ് കോളിംഗ് ദ കെറ്റിൽ ബ്ലാക്ക്. അതായത് കലം കെറ്റിലിനെ കറുപ്പെന്ന് വിളിക്കുക. അതുപോലെയുള്ള ഒരു ചെല്ലാണ് ഇത്. പഴഞ്ചൊല്ല് ഉൽട്ടാ ചോർ കോത്വാൽക്കോ ഡാണ്ടെ. കള്ളൻ പോലീസിനെ കുറ്റം പറയാന്ന്. അധ്യാപക ജി സഹി കാം കർ രഹേ ദേ. അധ്യാപകൻ ശരിയായിട്ടുള്ള കാര്യമാണ് ചെയ്തത്. അവർ വഹ് കഹ് രഹാദാക്കി ഗലത് കാം കർ രഹേ. പക്ഷേ ഇവിടെ രാം അധ്യാപകനെയാണ് കുറ്റം പറയുന്നത്. അങ്ങ് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. बच्चों आप इस पाठ का पेज नंबर 80 तक वाचन कीजिए. अगले क्लास में मिलूँगा. धन्यवाद.